Good morning. Bodhi Solar introduce ചെയ്യുന്നത് പുതിയ സൈറ്റാണ് വിത്ത് റേസോൺ പാനൽ ആൻഡ് ലുമിനസ് ഇൻവെർട്ടർ. സർ മിസ്റ്റർ ഫൈസൽ 5 കിലോവാട്ട് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സോറി, ഹിസ് വൈഫ് ഓൾസോ ഹിയർ. ഓക്കെ സർ, പറയാമോ നമുക്ക് സോളാറിലേക്ക് മാറാൻ എന്താണ്? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരുന്നാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 കമ്പ്യൂട്ടർ, രണ്ടുപേരും 2 സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് 2 AC ഒക്കെ പ്രവർത്തിപ്പിക്കേണ്ടിട്ട്. അപ്പോൾ നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം പ്രവർത്തിപ്പിക്കാമല്ലോ. പിന്നെ കുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഇലക്ട്രിഫൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സെൽഫ് സഫീഷ്യന്റ് എന്നുള്ളതാണ് മെയിൻ കാര്യം ഇതിനകത്ത്. ഇത് നമ്മൾ MNRE സബ്സിഡിയിൽ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. സാറിന് സബ്സിഡി ക്രെഡിറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. അതെ, ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. കറണ്ട് ബില്ല് അതിനുശേഷം ഫിക്സഡ് ചാർജ് മാത്രമാണോ, അഡീഷണൽ എന്തെങ്കിലും പേയ്മെന്റ് വല്ല വന്നിട്ടുണ്ടോ? നമുക്ക് ഫിക്സഡ് ചാർജ് മാത്രമേ വരാറുള്ളൂ. ലാസ്റ്റ് ടൈം മാത്രം അവരുടെ എന്തോ ഒരു സർചാർജ് പോലെ എന്തൊരു ചെറിയൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. 150 അകത്തേ ഉള്ളൂ. പ്രൊഡക്ഷനും കാര്യങ്ങളും ഇപ്പൊ സാർ? അതെ, ഇപ്പൊ പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മള് ഇവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല സംശയമുള്ളത് കാരണം തന്നെ ഇപ്പോൾ ക്ലൗഡ് ആണെങ്കിലും 20+ നമുക്ക് കിട്ടാറുണ്ട്. സൺഷൈൻ ഇല്ലാത്തതുകൊണ്ട് ക്ലോസ് ടു 30 ആണ് ഇപ്പം പ്രൊഡക്ഷൻ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിസംബർ ജനുവരി മാസം അറിയാലോ, ഒരു ക്ലൗഡും ഇല്ല, നല്ല സൺഷൈനാണ്. നമ്മൾ സ്ട്രക്ചറിന്റെ എല്ലാ സൈറ്റിലും നമ്മുടെ വീഡിയോസിൽ കാണാറുണ്ട്. റൗണ്ട് പൈപ്പ് ആണ് സ്ട്രക്ചറിന് യൂസ് ചെയ്യുന്നത്. ഹൈറ്റിലായിരിക്കും. ഹൈറ്റ് വേണമെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് തന്നെ ബാക്കി അതിപ്പം ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ ഹൈറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഒരാൾക്ക് നടന്നു പോകുന്ന ഹൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് എക്സ്ട്രാ കാശ് വല്ലതും ആവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, അതെല്ലാം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് സ്ട്രക്ചറിന് ഇപ്പം നമ്മളൊക്കെ കാണുന്നതാണ് സൗര സബ്സിഡിയിൽ, നമ്മുടെ കേരളത്തിന്റെ സബ്സിഡിയിൽ സ്ട്രക്ചറിന് അഡീഷണൽ പറഞ്ഞ് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് KCB ചാർജ് എല്ലാം കൂടിയാണ് ബെഞ്ച് മാർക്ക് കോസ്റ്റിൽ ബോധി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഹൈക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഓവറോൾ നമുക്കിനി മാമിന്റെ ഇതും കൂടി ചോദിക്കാം. കിച്ചൺ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലാണ്. ബിക്കോസ് നമുക്ക് മുന്നേ ആണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും കുക്കിംഗ് ഗ്യാസ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് 2-3 മന്ത്സ് കൂടുമ്പോൾ മതി. അതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം അത് നമുക്ക് എവിഡന്റ് ആണ്. അത്രയും ഒരു നമുക്ക് യൂസേജ് കുറഞ്ഞു എന്നുള്ളത്. ഓവറോൾ നമ്മുടെ വർക്കിന്റെ ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സമയത്തൊക്കെ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ ആ വർക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും എന്തിനാണ് ഈ കാശ് വാങ്ങുന്നതെന്ന് ഉൾപ്പെടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരുന്നു എനിക്ക്. അതാണ്, അത് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ സൈറ്റ് ഞാൻ കാണാൻ വന്ന ടൈമിൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, സിസ്റ്ററിന്റെ മാരേജ് ഒക്കെ ഉണ്ട്, അപ്പം വീട് പണി നടന്നു തീർന്നതേ ഉള്ളൂ, അപ്പൊ അതിന്റെ കുറച്ച് ഇതുണ്ട്, അപ്പൊ എനിക്ക് ഇന്ന ടൈമിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ അത് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ KCBയുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. അന്ന് സാർ ഒരു 10,000, അന്ന് ഫസ്റ്റ് ഞാൻ പ്രപ്പോസൽ പോലും കൊടുത്തില്ല. സാർ എനിക്ക് 10,000 ട്രാൻസ്ഫർ ചെയ്ത് തന്നു. പിന്നെ നോർമലി തന്നെ 6 to 7 months കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വിജി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതുവരെ സത്യം പറഞ്ഞാൽ ഞാനും അത് വിട്ടുപോയിരുന്ന കാര്യമാണ്. കാരണം സാർ പറഞ്ഞ ടൈമിന് മുമ്പ് തന്നെ സാർ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എന്നോട് പറയും. അന്ന് ഒരു 1 വീക്കിൽ തന്നെ നമ്മൾ 1-2 weeks കുറച്ച് ട്രാവലും കാര്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ സബ്സിഡി കിട്ടി, അത് വളരെ സന്തോഷം. സബ്സിഡി എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സബ്സിഡി കൂടിയത് കാരണം ഇത് ചെയ്യാൻ കുറച്ചുകൂടെ എല്ലാവരും സബ്സിഡി കൂടിയത് കാരണം എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ചെയ്തവർ പോലും ഇപ്പൊ കുറച്ച് ദിവസം സൈറ്റ് ഇതായിരുന്നല്ലോ, ഡൗൺ ആയിരുന്നു. അപ്പൊ പുതിയ സബ്സിഡി സ്കീമിലേക്ക് അവർ മാറിയിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കാം. ഇപ്പോഴാണ് സബ്സിഡി 6th പുതിയ സബ്സിഡി വന്നത്. ഇപ്പൊ ഡോക്യുമെന്റേഷൻ തീർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർക്ക് എല്ലാവർക്കും ഈ 72 കിട്ടുന്നത് ഭയങ്കര സന്തോഷം. 50-80 72 വരുമ്പോഴത്തേനും അവര് മാത്രമല്ല, നിങ്ങളുടെ എൻറ്റയർ ടീമും നമുക്ക് ഒട്ടും ഡിലേ ഇല്ല. നമ്മളിപ്പോ ഒരു മൊത്തത്തില് പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണെങ്കിലും ടീം കംപ്ലീറ്റ് ഒരു ഡിലേയും ഇല്ല. അതെല്ലാം സ്പീഡായിട്ട് നമ്മുടെ കംപ്ലീറ്റ് വർക്ക് തീർത്തു തന്നു. അതും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ എനിക്ക് ഒരു UPS കൂടെ ഒരു ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം. ഞാൻ പറഞ്ഞു എനിക്ക് UPS സിസ്റ്റം ഒരു എമർജൻസി ആയിട്ടുള്ള കാര്യം. അത് ഞാൻ ഓഫറിലാണ് അന്ന് തന്നത്. ചെയ്യുന്നതായതുകൊണ്ടും പിന്നെ ഇവിടെ കറണ്ട് ഒരു പ്രശ്നമായതുകൊണ്ടും ഞാൻ അത് ഈ സോളാർ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് UPSന്റെ ചാർജിങ് എടുക്കുന്നതിനെ കുറിച്ചും
വറി ചെയ്യേണ്ട കാര്യമില്ല, അതും ഇതിൽ തന്നെ കവർ ആവും. ഓർമ്മയുണ്ട്. പിന്നെ സാർ ഒരു ഗീസർ എന്നോട് പറഞ്ഞു. ഗീസർ എനിക്ക് കിട്ടിയ റേറ്റിൽ തന്നെയാണ്, അതായത് എനിക്കാണ് അവർ ബില്ല് ചെയ്തെങ്കിലും അതേ ബില്ല് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഇതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാനൊക്കെ വിട്ടുപോയ കാര്യങ്ങളാണ്. കഴിഞ്ഞു, തീർന്നു.